കോൺഗ്രസ് സ്ഥാനാർത്ഥി സനിൽ സത്തിന് പിന്തുണയുമായി ഒ.ജെ. ജനീഷ് ഭവന സന്ദർശനം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 45-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സനിൽ സത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് വിവിധ കേന്ദ്രങ്ങളിൽ ഭവന സന്ദർശനം നടത്തി. ഭരണസ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇന്ന് കൊടുങ്ങല്ലൂരിൽ 45-ാം വാർഡിൽ ഐക്കരപ്പറമ്പ് ഡിവിഷനിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സനിൽ സത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടുങ്ങല്ലൂരിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ വാർഡും ഈ പരിസരമൊക്കെ തന്നെ നിങ്ങൾ സഞ്ചരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും ഈ ജില്ലയ്ക്കകത്തുള്ള മറ്റ് മുനിസിപ്പാലിറ്റികളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ വളരെ പുറകിലാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നീണ്ടു നിൽക്കുന്ന ഇടതുമുന്നണിയുടെ ഭരണം, ആ ഭരണം ഈ പ്രദേശത്തെ വികസനത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വലിയ വികസന മുരടിപ്പിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിക്കകത്തുള്ളത്. പ്രതിപക്ഷമെന്ന നിലയിൽ നിൽക്കുന്നതിൽ BJPയുടെ ഒട്ടേറെ കൗൺസിലർമാരുണ്ടെങ്കിൽ കൂടി അവരുടെ വാർഡുകളിലും സമാനമായ സ്ഥിതി തന്നെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇന്നത്തെ വികസന മുരടിപ്പിന് കാരണം അത് ഭരണമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം കൊടുങ്ങല്ലൂരിൻ്റെ സമഗ്രമായ വികസനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ സനിലിന് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. സനിൽ ഈ വാർഡിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സഹപ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇവിടെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരിനെ ഒരു കുത്തകയാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഇടതുമുന്നണിക്കും കൊടുങ്ങല്ലൂരിലൊരു മാറ്റം കൊണ്ടുവന്ന് അത് മാറ്റമെന്ന പേരിൽ ഒരു പ്രചരണം നടത്തി അവിടെയും മറ്റൊരു കുത്തകവൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPക്കുമൊക്കെ ഇവരുടെ വികസന വിരുദ്ധമായ നടപടികൾക്കും നിലപാടുകൾക്കുമെതിരെ ഒരു കൃത്യമായ പ്രതിപക്ഷം ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളുടെ സഹഭാരവാഹികളെ സഹപ്രവർത്തകരെ സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. വീടുകളിൽ നേരിട്ടെത്തി വോട്ടർമാരുമായി ആശയവിനിമയം നടത്തി സനിൽ സത്യന് പിന്തുണ അഭ്യർത്ഥിച്ചു. ഈ പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV രമണൻ എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഭിനവ്, രാഹുൽ ഗോപാലകൃഷ്ണൻ, സിനാൻ എന്നിവരും സാന്നിധ്യം വഹിച്ചു. ജനങ്ങൾക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ച ഈ പ്രചരണ പരിപാടി വാർഡിലെ തിരഞ്ഞെടുപ്പ് ആവേശം കൂടുതൽ ശക്തിയാക്കിയതായി പ്രവർത്തകർ അറിയിച്ചു.